നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1040th day. Today 48th sloka of Prathama Skandam 13th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1040ാം ദിവസം. പ്രഥമ സ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 48ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 48ാമത്തെ ശ്ലോകം. സോയമദ്യ മഹാരാജ ഭഗവാൻ ഭൂതഭാവന കാലരൂപോവതീർണസ്യാം അപവായ സുരദ്വിഷാം. ഓം തത്സത്. സോയമദ്യ മഹാരാജ ഭഗവാൻ ഭൂതഭാവന കാലരൂപോവതീർണസ്യാം അപവായ സുരദ്വിഷാം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് സോയമദ്യ എന്നുള്ളത് സോ സ അയം അദ്യ. സ അയം അദ്യ മഹാരാജ ഭൂതഭാവന ഭഗവാൻ ഭൂതഭാവന കാലരൂപ അവതീർണ അസ്യം അപവായ സുരദ്ദിശ. അസ്യാം അപവായ സുരദ്ദിശ. അതായത് സോ അയം അദ്യ ആ ഈ ഇപ്പോൾ ഇങ്ങനെയാണ്. സോ സ അയം അദ്യ ആ ഈ ഇപ്പോൾ. അതായത് മഹാരാജാവേ ഭൂതഭാവന ഭൂതങ്ങളെ അനുഗ്രഹിക്കുന്നവനും കാലരൂപ കാലസ്വരൂപനും സ അയം ഭഗവാൻ ആ ഈ ഭഗവാൻ സുരദ്വിഷ ദേവന്മാരെ ദ്വേഷിക്കുന്നവരുടെ, അതായത് ദുഷ്ടന്മാരെ, ദേവന്മാർ എന്ന് പറയുന്നത് നല്ല ഗുണത്തിനെയാണ്, ദേവന്മാരെ ദ്വേഷിക്കുന്നവരുടെ, സുര ദേവന്മാർ, ദിശാം ദ്വേഷിക്കുന്നവരുടെ, അപവായ നാശത്തിനായിക്കൊണ്ട്, അദ്യ ഇപ്പോൾ, അസ്യാം ഇതിൽ, അവതീർണ അവതരിച്ചിരിക്കുന്നു. അതായത് ആ മഹാമായാവിയായിട്ടുള്ള പരമപുരുഷനായിട്ടുള്ള ആ ഭഗവാനെ ഇവിടെയുണ്ട് എന്ന് പറയുകയാണ്. സർവ്വപാണികളെയും അനുഗ്രഹിക്കുവാനായിക്കൊണ്ട് സൃഷ്ട്യാദി ലീലകളെ നടത്തുന്ന ആ കാലസ്വരൂപനായിട്ടുള്ള ആ ഭഗവാൻ ഈ ഭൂമിയിലുള്ള ദുർജനങ്ങളെ, ദേവന്മാർക്ക് ദ്വേഷം, നല്ലവർക്ക് മോശം ചെയ്യുന്നവരെ നശിപ്പിക്കാനായിക്കൊണ്ട് അപ്പോൾ ഇവിടെ അവതരിച്ചിട്ടുണ്ട്. അതായത് ദ്വാരകയിൽ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ആ പരമസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ അവതരിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ആ ശ്രീകൃഷ്ണ ഭഗവാനാണ്. എല്ലാവർക്കും അതറിയാമെങ്കിലും നിത്യ ജീവിതത്തിൽ നമ്മൾ മറന്നുപോകും. ആ ശ്രീകൃഷ്ണ ഭഗവാൻ പരമമായിട്ടുള്ള ആ പരമാത്മസ്വരൂപിയാണ് എന്നുള്ളത് ധർമ്മപുത്രരും എല്ലാവരും തന്നെ മറന്നുപോകും മായ കൊണ്ട്. അത് ഓർമ്മിപ്പിക്കുകയാണ് നാരദ മഹർഷി. ആ പരമസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഇപ്പോൾ ഇവിടെ ദുഷ്ടന്മാരുടെ നാശത്തിനായിക്കൊണ്ട് അവതരിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും അറിയാമെങ്കിലും ആ നമ്മുടെ മായ മറച്ചുകൊണ്ട് ഭഗവാനെ ചിലപ്പോൾ അവരൊക്കെ സാധാരണ മനുഷ്യനായിട്ട് കാണും. അതുകൊണ്ട് നാരദർ പറയുകയാണ് ആ ഭഗവാൻ, കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ എല്ലാവരെയും നല്ലവരെ അനുഗ്രഹിക്കാനായിക്കൊണ്ട്, ദുഷ്ടന്മാരെ നശിപ്പിക്കാനായിക്കൊണ്ട് ഇപ്പോൾ ഇവിടെ അവതരിച്ചിട്ടുണ്ട്. അതിനാണ് അസ്യ അയം അദ്യ ആ ഈ ഇപ്പോൾ.
ഈ ഭഗവാൻ ഇപ്പോൾ ഇവിടെ അവതരിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. സോയമദ്യ മഹാരാജ ഭഗവാൻ ഭൂതഭാവന കാലരൂപോവതീർണോസ്യാം അപവായ സുരദ്വിഷാം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.